നമ്മളിപ്പോൾ കാണുന്ന പോസ്റ്റർ ഇതുവരെ ആരും അധികം കാണാത്ത ഒരു പോസ്റ്ററാണ്, കേൾക്കാത്ത ചില കാര്യങ്ങളാണ്. ഇവിടെ ബ്രാഹ്മണ സമുദായത്തിലിരിക്കുന്ന ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് മധ്യപ്രദേശിൽ. അത് ബ്രാഹ്മണ ക്ഷേമ ബോർഡിൻ്റെ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് 4 കുട്ടികൾക്ക് ജന്മം നൽകൂ, 1 ലക്ഷം രൂപ തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സമുദായത്തിൽ ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ മക്കൾ ഉണ്ടായിരിക്കണം. ആ സമുദായത്തിൽ ഉള്ളവർ ധാരാളം മക്കളെ ഉൽപ്പാദിപ്പിക്കണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമുദായമാണ് ഹിന്ദു സമുദായം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇസ്ലാം സമുദായം. ഹിന്ദു സമുദായത്തിലുള്ള ആളുകൾ വിദ്യാഭ്യാസം നേടിയതിന് ശേഷം അവർക്ക് 1 or 2 മക്കൾ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, ഇന്ത്യയിലുടനീളവും അങ്ങനെ തന്നെയാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ അങ്ങനെയല്ല. അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പെറ്റുപെരുക്കുന്നവരാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ജനസംഖ്യ വിസ്ഫോടനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അതുകൊണ്ടുള്ള ഗുണമെന്താണ്? എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ആളുണ്ട്, അവർക്ക് സംഘബലമുണ്ട്. ആ സംഘബലത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിലെല്ലായിടത്തും മുസ്ലിം സമുദായം അപ്രകാരം തന്നെയാണ്. അപ്പോൾ ഇതുമൂലം എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയിൽ ഹിന്ദു സമുദായത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹിന്ദു സമുദായത്തിൽ അടുത്ത തലമുറയില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഓഫറുകളൊക്കെ മധ്യപ്രദേശിൽ ഓരോരുത്തർ മുന്നോട്ട് കൊണ്ടിരുന്നത്. അപ്പോൾ സമുദായം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ ആൾ വേണമെന്നുണ്ടെങ്കിൽ ധാരാളം മക്കൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഒന്നിലധികം മക്കളുള്ള വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4 മക്കളൊക്കെ ഉള്ളവരെ ചിലർ ഒരുപക്ഷെ പരിഹസിക്കുമായിരിക്കും. പക്ഷേ അത് ആ കുടുംബത്തിൻ്റെ സംഘബലമാണ്. എത്രയും മക്കളുണ്ടോ അത്രയും വലുതായിരിക്കും അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ മാഹാത്മ്യം കടന്നു പോകുന്നു. പല സമുദായങ്ങളിൽ ആളില്ല എന്ന് പറയുമ്പോൾ അവിടെ മക്കളില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കൾ ധാരാളം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമുദായത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇന്ത്യയിലെ ബ്രാഹ്മണ സമുദായം ശക്തി കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണ ബോർഡിലിരിക്കുന്ന ആളുകൾ ഇപ്രകാരം പറയുന്നത്.